അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാലാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ അറിവ്, ഇൽമ്, അളക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അറിവിൻ്റെ ഉടമയായിരുന്നു മഹാനായ അലി റളിയല്ലാഹു അൻഹു എന്ന് ഒട്ടനേകം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഫറായിലിൻ്റെ വിഷയത്തിൽ, അനന്തര ഓഹരി വെക്കുന്ന വിഷയത്തിലൊക്കെ വലിയ പാണ്ഡിത്യമുള്ള മഹാനായിരുന്നു. അല്ല, അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതും ഫാത്തിമ ബീവി എന്ന് പറയുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കൊണ്ട് അത്രയും ബന്ധമുണ്ടായിരുന്നു. എൻ്റെ കരളിൻ്റെ കഷ്ണം എന്നൊക്കെയാണ് ഫാത്തിമ ബീവിയെ പറ്റി നബി തങ്ങൾ വിശേഷിപ്പിച്ചത്. ആ അലി റളിയല്ലാഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ രണ്ടുപേരുടെ തർക്കം വന്ന സമയത്ത് അത് പരിഹരിച്ചൊരു കഥ പറയുന്നുണ്ട് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ താരീഖുൽ ഖുലഫ എന്ന് പറയുന്ന കിതാബിൽ. 4 ഖലീഫമാരുടെയും ചരിത്രങ്ങൾ പറയുന്ന കിതാബാണ് താരീഖുൽ ഖുലഫ എന്ന് പറയുന്ന കിതാബ്. ഇതിൻ്റെ 301 പേജുകളിൽ നോക്കിയാൽ 8 പത്തിരിയുടെ കഥ പറയുന്നുണ്ട്. 8 പത്തിരിയുടെ കഥ. 2 കൂട്ടുകാരും, ആ 2 കൂട്ടുകാരും ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ഒന്നിച്ച്. ഒരു ദിവസം രാവിലെ അവർ രണ്ടുപേരും നാസ്തക്ക് വേണ്ടി ഇരിക്കുകയാണ്, നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും കരുതിയ ഭക്ഷണം രണ്ടുപേരടുത്തും ഉണ്ട്. ഒരാളടുത്ത് 5 പത്തിരിയുണ്ട്, മറ്റേ ആളടുത്ത് 3 പത്തിരിയുണ്ട്. അങ്ങനെ 3ഉം 5ഉം 8 പത്തിരിയുമായി കൊണ്ട് അവർ രണ്ടുപേരും ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ജലസ റജുലാനി യതഗദ്ദയാനി, രാവിലത്തെ നാസ്ത കഴിക്കാൻ വേണ്ടി രണ്ടുപേരും ഇരിക്കുകയാണ്. ആ സമയത്ത് അതിഥിയായിക്കൊണ്ട് അതിലൂടെ ഒരാൾ കയറി വരികയാണ്. മർറ ബിഹിമാ റജുലുൻ ഫസല്ലമ, അപ്പോൾ അവരോട് സലാം പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും അതിഥിയായ ഇയാളോട് ചോദിച്ചു, കൂടണോ ഞങ്ങളോട് കൂടെ നാസ്ത കഴിക്കാൻ? അപ്പോൾ അയാൾ പറഞ്ഞു, ആകാം, ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 3 പേരായി. 8 പത്തിരി 3 പേര്. അങ്ങനെ 3 പേരും കൂടി 8 പത്തിരി ഷെയർ ചെയ്തുകൊണ്ട് നാസ്ത കഴിച്ചതിൻ്റെ ശേഷം അതിഥിയായി വന്ന ആള് 2 പേരിലേക്കും 8 ദിർഹം ഇട്ട് കൊടുത്തുകൊണ്ട് യാത്ര പോയി. അപ്പോൾ 8 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ 2 പേരും അത് ഡിവൈഡ് ചെയ്യുക, അതെന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ 5 പത്തിരിന്റെ ഉടമ പറഞ്ഞു, എൻ്റെത് 5 പത്തിരിയാണ്, 5 ദിർഹം എനിക്ക്. 3 പത്തിരി നിൻ്റെത്, 3 ദിർഹം നിനക്ക്. 3 പത്തിരിന്റെ ഉടമ അത് അംഗീകരിച്ചില്ല. അയാൾ നമ്മളോട് പറഞ്ഞത് 2 പേരും എടുക്കാനാ എന്ന് പറഞ്ഞാൽ അത് തുല്യത എന്നതാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, എങ്ങനെയാണത് തുല്യതയാവുക എന്നുള്ളത്. ഏതായാലും ഈ രൂപത്തിൽ വന്നപ്പം അവർ 2 പേരും ഈ ഒരു വിഷയം, അന്ന് ഖലീഫയായി നിൽക്കുന്നത് അലി റളിയല്ലാഹു അൻഹു ആണല്ലോ, ഇവിടെയാണ് നമ്മളെ കഥയുടെ മാറ്റ് കൊണ്ടുവരുന്നത്. ഫർതഫഅ ഇലാ അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു, അവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ഫഖസ്സ അലൈഹി ഖിസ്സത്തുഹുമ, 2 പേരുടെയും കഥ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത്. അലി റളിയല്ലാഹു അൻഹു ഇത് കേട്ട സമയത്ത് 5 പത്തിരിന്റെ ഉടമയോട് ചോദിച്ചു, 3 ദിർഹം അയാൾക്ക് കൊടുക്കാമെന്ന് നിങ്ങൾ ഏറ്റതാണോ? അത് നിങ്ങൾ സമ്മതപൂർവ്വം പറഞ്ഞത് തന്നെയാണോ? ചിന്തിച്ചിട്ടുണ്ടോ? ആയത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, അതെനിക്ക് സമ്മതമാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം എൻ്റെത് 5 പത്തിരി, എനിക്ക് 5 ദിർഹം. അയാൾ 3 പത്തിരി, അയാൾക്ക് 3 ദിർഹം. അതെനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനത് അംഗീകരിച്ചാണെന്ന് പറഞ്ഞു. വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു. സമ്മതാണ്, തൃപ്തിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 5 പത്തിരിന്റെ ഉടമയോട് പറഞ്ഞു, 5 എടുത്തോ. 3 പത്തിരിന്റെ ഉടമയോട് പറഞ്ഞു, 3 ദിർഹം എടുത്തോ, പൊക്കോ എന്ന് പറഞ്ഞു. ആ 3 പത്തിരിന്റെ ഉടമ പറഞ്ഞു, ഇത് അംഗീകരിക്കാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതിലെവിടെയാണ് നീതി? അങ്ങനെയാണ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, നീതി ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ നീതി തേടി ഇങ്ങോട്ട് വന്നത്. അതേ രൂപം തന്നെ ഇയാളും പറഞ്ഞത്, അത് ഞാൻ അംഗീകരിച്ചിട്ടില്ല, എനിക്കത് അംഗീകാരമായിട്ടില്ല എന്ന് പറഞ്ഞപ്പം അലി റളിയല്ലാഹു അൻഹു, അവിടെയാണ് അലി റളിയല്ലാഹുവിന്റെ കണക്കുള്ള പാണ്ഡിത്യം, അതുപോലെ തന്നെ ഓഹരി വെക്കുന്നിടത്തുള്ള പാണ്ഡിത്യം, ആ ഒരു അറിവിൻ്റെ ആഴം, അതും ആ ഒരു സ്പോട്ടിൽ അത് ഓടുക, അതുപോലെ തന്നെ ശറഇന്റെ നിയമപ്രകാരം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന് അത്രയും ജ്ഞാനമാണ്, അറിവാണ്. അവിടുന്ന് പറഞ്ഞു, ശറഇന്റെ നിയമപ്രകാരം ഞാനത് ഓഹരി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ദിർഹമേ കിട്ടുള്ളൂ, 7 ദിർഹമും അയാൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞ്
അപ്പൊ 3 പത്തിരിന്റെ ഉടമ പറഞ്ഞു ഫഖാല റജുലു സുബ്ഹാനല്ലാഹ്, ഇതെങ്ങനെ? അല്ല, അതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? എങ്ങനെയാണ് ആ കണക്ക് എനിക്ക് ഓടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ 8 പത്തിരിയല്ലേ ഉള്ളത്, നിങ്ങളിത് 3ഉം അയാളുടെ ഇത് 5ഉം. ഇത് 3 പേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു എന്ന് പറയണമെങ്കിൽ ഒരു 24 കഷ്ണമെങ്കിലും കയറി വരണം. അപ്പോഴേ ഇത് നമുക്ക് അതിൻ്റെ റൂട്ടിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. 24 കഷ്ണം പത്തിരി ഉണ്ടായിരുന്നു എന്ന് വരണം. ഒരാൾ കഴിച്ചത് 8, മറ്റേയാൾ കഴിച്ചതും 8, മറ്റേയാൾ കഴിച്ചതും 8. അപ്പം 3 8 എന്ന് പറയുമ്പം 24. അങ്ങനെ 24 കഷ്ണത്തിലേക്ക് ഇത് കയറി വരണം. പക്ഷെ 24 കഷ്ണത്തിൽ ഓരോരുത്തരും 8 കഴിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ കൂടെ 24 കഷ്ണത്തിൽ എത്ര ഒരാൾ കഴിച്ചു എന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളൊരു തൊല്ലം ചെയ്തുകൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 8 എണ്ണം ഒരാൾ കഴിച്ചു എന്ന് വെക്കണം. അല്ല പിന്നെ ഒരാൾ എത്ര കഴിച്ചു എത്ര ആൾ കഴിച്ചു പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ തുല്യതയിലൂടെ പോവട്ടെ. അപ്പോൾ ഒരാൾ 8 കഴിച്ചു എന്ന് വരണം. അപ്പോൾ 24 കഷ്ണത്തിൽ ഓരോരുത്തരും 8 കഴിച്ചു എന്ന് പറയുമ്പം നിങ്ങളുടെ പത്തിരിയുടെ കണക്ക് 3ആണ്. 3നെ 3 ആളിലേക്ക് നമ്മൾ അത് ഗുണിക്കുന്ന സമയത്ത് 9ആണ് കിട്ടുക. 3 പത്തിരിയെ നമ്മൾ ഇതിൽ നിന്നും 24 കഷ്ണത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കൊടുക്കുമ്പം ഒരു 9 കഷ്ണം പത്തിരി നിങ്ങളുടെ 3ൽ കിട്ടും. ആ 9 കഷ്ണത്തിൽ 8 നിങ്ങൾ കഴിച്ചു എന്നാ വരേണ്ടത്. അപ്പോഴേ കണക്ക് ശരിയാകുന്നുള്ളൂ. അപ്പോൾ 1 ദിർഹം നിങ്ങൾക്ക് തരും. കാരണം നിങ്ങൾ 8 കഷ്ണം നിങ്ങൾ കഴിച്ചിട്ടുണ്ട്, 9 കഷ്ണം പത്തിരിയെ നിങ്ങളിതുള്ളൂ. അപ്പോൾ 1 ദിർഹം നിങ്ങൾക്ക് ഉണ്ടാകും. മറ്റേയാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 5 പത്തിരി ഉണ്ട്, അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കി വെക്കുമ്പം 15എങ്കിലും വരണം. ആ 15 എന്ന് പറയുമ്പോൾ 9 നിങ്ങളേതാണ്. ആ 15ലേക്ക് 9 കൂട്ടുമ്പോൾ 24 കഷ്ണം ശരിയാണ്. അല്ല, അയാൾ കഴിച്ചതോ 8 കഴിച്ചിട്ടുള്ളൂ. ഓരോരുത്തരും 8 കഴിക്കുക. അപ്പൊ 8 കഴിച്ചിട്ടുള്ളൂ. 8 15 8 പോയി കഴിഞ്ഞാൽ പിന്നെ 7 ബാക്കി. അപ്പൊ 7 ദിർഹം അയാൾക്ക് കൊടുക്കണം. എത്ര ദിർഹം കൂടെ ബാക്കിയുണ്ട്? 8 ദിർഹമുണ്ട്. 8 ദിർഹമിൽ എത്രയാണ്? നിങ്ങൾക്ക് 1, അയാൾക്ക് 7. അങ്ങനെയല്ലേ വരേണ്ടത് കണക്ക് പ്രകാരം. അതിങ്ങോട്ട് കേട്ടപ്പാടെ ഈ 3 പത്തിരിന്റെ ഉടമ പറഞ്ഞു, റളീത്തുൽ ആൻ, എനിക്ക് തൃപ്തിയാണ്, ഒരു കുഴപ്പമില്ല, ഞാനിതുകൊണ്ട് തൃപ്തിപ്പെട്ട. കാരണം ഒരു ദിർഹം കിട്ടേണ്ടടുത്ത് 3 ദിർഹം കിട്ടുന്നില്ലേ, നിങ്ങൾക്ക് തന്നെ ലാഭം. അത് അയാൾ തൃപ്തിപ്പെട്ടത് കൊണ്ട് മാത്രം. ആ തൃപ്തി ഇല്ല എന്ന് പറഞ്ഞാൽ കണക്ക് പ്രകാരം വെക്കണം. തൃപ്തി ഉണ്ടെങ്കിൽ പിന്നെ മുഴുവനായിട്ടും കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വിധി നടന്നൊരു കഥ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖുലഫാഉർ റാഷിദീൻ എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അലി റളിയല്ലാഹുവിന്റെ പാണ്ഡിത്യം, അറിവ്, പ്രത്യേകിച്ച് ഫറായിദ്, അതുപോലെ തന്നെ കണക്ക്, മാത്തമാറ്റിക്സ്, അതിലൊക്കെ വലിയ പാണ്ഡിത്യമുള്ള മഹാനായിരുന്നു. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.